ഒരുപാട് മാസികകളിൽ കുറേ ഗോവിന്ദൻകുട്ടിയെക്കുറിച്ചുള്ള കുറേ ഫീച്ചറുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ടു ശരിക്കും പറഞ്ഞ ഒരു സീറോയിൽ നിന്ന് വന്ന് ഒരു കേരളത്തിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാർക്കും പാഠമാക്കേണ്ട ഒരു ലെസണും കൂടിയാണ് ഗോവിന്ദൻകുട്ടിയുടെ ലൈഫെന്ന് ഞാനും വളരെ വേദനയോടെ വായിച്ചൊരു മനോരമയിലോ മറ്റാണെന്ന് തോന്നുന്നു. ഞാൻ വായിച്ചപ്പോൾ ഒരുപാട് വേദന തോന്നി. ഇത്രയും നമ്മൾ ശരിക്കും സ്റ്റുഡൻസ് ഉള്ളി അങ്ങനെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പെയിൻഫുൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായി. ഇതൊന്നും കാണാത്ത പ്രേക്ഷകർ ചിരിച്ചു തള്ളി കളയുന്ന ഒരു എപ്പിസോഡിന് പിന്നാമ്പുറത്തുള്ള നമ്മുടെ വേദനകൾ പലപ്പോഴും ആരും മനസ്സിലാക്കാനില്ല. ഗോവിന്ദൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രയത്നങ്ങളിലൂടെ ഒരുപാട് മലയാളത്തിലേക്ക് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ മാനസിക പീഡനങ്ങൾ ഏൽക്കുമ്പോൾ പലരും പിന്തിരിഞ്ഞോടുകയാണ് പലപ്പോഴും. അപ്പോൾ അതൊക്കെ ഒരുപാട് തരണം ചെയ്യുന്നതിന് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതല്ല എങ്കിൽ എന്ത് ചെയ്താൽ? എനിക്കങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അതാണ് എൻ്റെ ലൈഫിൽ ഞാൻ പലതും അച്ചീവ് ചെയ്തതിൻ്റെ പിന്നിലത്തെ രഹസ്യം. എനിക്ക് സിനിമ ചെയ്യണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ സിനിമ ചെയ്യും. എനിക്ക് പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുള്ളതാണ്. ഐ ഹാവ് നോ അതർ ഓപ്ഷൻ. ഐ ഷുഡ് ഡു ദിസ്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും. സിനിമ ചെയ്യണം എന്നുള്ളൊരു വലിയൊരു എന്ത് ചിന്തിച്ചാലും എനിക്കത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇത് ചെയ്തില്ലെങ്കിൽ എന്നുള്ള ഓപ്ഷൻ എൻ്റെ മനസ്സിലുണ്ടാവുന്നിടത്താണ് എൻ്റെ ഇഷ്യൂ. എനിക്കത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ രണ്ടാമത് ചോദ്യമില്ല, സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഒരുപാട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സിനിമാ രംഗത്തു നിന്നാണോ കൂടുതൽ? എല്ലാ താരങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സിനിമാ രംഗത്തു നിന്നാണോ കൂടുതൽ? അതിനകത്ത് 2-3 കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ കുറച്ച് നാൾ മുമ്പ് മനോരമയിൽ ഞാൻ എഴുതിയിരുന്നു. ഞാൻ അടൂരിലെ നെല്ലിമുകളിലുള്ള ഒരു പരമ്പരാഗതമായ നായർ കുടുംബത്തിലെ ഒരു സമ്പന്നനായ അച്ഛൻ്റെ സമ്പന്നനായി ജനിച്ച മകനാണ്. പക്ഷേ ഞാൻ വളർന്നു വന്നപ്പോഴത്തേന് എൻ്റെ അച്ഛൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായ മനുഷ്യനായിരുന്നുകൊണ്ട് ബിസിനസ്സൊക്കെ വല്ലാതെ തകർന്നു പോയി. അപ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം സമ്പന്നതയിൽ നിൽക്കുകയും നമ്മൾ തകർന്നു പോവുകയും ചെയ്യുമ്പോൾ നേരിടുന്ന ചില പ്രതിസന്ധികളുണ്ടാകും. ആ പ്രതിസന്ധികളാണ് എൻ്റെ ബാറ്ററി ഇപ്പോഴും ചാർജ് ചെയ്ത് നിന്നിരുന്നത്. അന്ന് എൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് നെല്ലിമുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നഗരത്തിലെ ഒരു ചുമട്ടുതൊഴിലാളിയാവായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ നഗരത്തിലെ ഒരു പെട്ടിക്കട തുടങ്ങായിരുന്നു. എന്നൊരു നാളെ ആരുടെടുത്തെങ്കിലും എനിക്ക് പറയായിരുന്നു, എടാ എൻ്റെ അച്ഛൻ അന്ന് സാമ്പത്തികമായി തകർന്നു പോയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളായിരുന്നു. ഇന്ന് അതേ ഞാൻ തന്നെ പറയുന്നു, ഞാൻ വലിയ ആളായില്ലെങ്കിൽ തന്നെയും ഞാൻ കുറച്ചെങ്കിലും എത്തപ്പെട്ടതെങ്കിൽ എൻ്റെ അച്ഛൻ അന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായി എൻ്റെ അച്ഛന് ചില ബിസിനസ്സുകളൊക്കെ തകർന്ന് ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ എത്താൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഞാനൊരു പക്ഷേ ഞാൻ ഇത്ര ചലഞ്ചിങ് ആവില്ലായിരുന്നു, ഇത്ര വില്ലിങ് ആവില്ലായിരുന്നു. അതെ. പിന്നെ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് ഇപ്പോൾ വലതുകാലം വെച്ച് കയറുമെന്ന് തന്നെ പറയാം. കാരണം ഒത്തിരി പേര് പ്രതിഭാധനന്മാരായ ഒത്തിരി പേര് മലയാള സിനിമയ്ക്ക് സംഭാവന കിട്ടുന്നുണ്ട്. ഒത്തിരി പേര് ഇപ്പോൾ മലയാളത്തിൽ കൂടുതലും യങ്സ്റ്റേഴ്സാണ്. ഇപ്പോൾ കൂടുതൽ പാട്ട് പാടുന്നവരായാലും ഡയറക്റ്റ് ചെയ്യുന്നവരായാലും കൂടുതൽ യൂത്തിൻ്റെ ഒരു പ്രസരമാണ്. ഇത് നേരത്തെ വരണമെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, വൈകിയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് മലയാള സിനിമയ്ക്ക് തോന്നിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. ഒന്ന്, ഏതൊരു സിനിമയുടെ ആയാലും ഒരു വ്യക്തിയുടെ ആയാലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആയാലും ഒരു സൊസൈറ്റിയുടെ ആയാലും ശരി തന്നെ, അതിൻ്റെ വാണിജ്യ സാധ്യതയാണ് അതിൻ്റെ വളർച്ച. ഇപ്പോൾ മലയാള സിനിമ ഒരിക്കൽ ലോഹിതദാസ് എന്ന് പറഞ്ഞ അതിപ്രതിഭാധനനായ നമുക്കൊക്കെ എന്നും അഭിമാനിക്കാവുന്ന ഒരു എഴുത്തുകാരൻ. എൻ്റെ ജീവിതത്തിൽ ഞാൻ അദ്ദേഹവുമായി വളരെയേറെ എറണാകുളത്ത് വന്നിട്ട് സമയമുള്ളപ്പോൾ ആലുവയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു. ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കി കേട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ, സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത സിനിമയിൽ ഇത്രത്തോളം മണി ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. സിനിമയുടെ മാർക്കറ്റ് എത്രത്തോളം വളരുന്നുവോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മാർക്കറ്റുകൾ വളരും. സിനിമ എത്ര വളരുന്നോ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാരും വളരും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. കൂടിയാട്ടം എന്ന കലാരൂപം മരിച്ചുപോയി. ഭീമനാട്ടം എന്ന് പറഞ്ഞ കലാരൂപം മരിച്ചുപോയി. കഥകളി എന്ന് പറഞ്ഞ കലാരൂപം പണ്ടത്തത്ര മരിച്ചുകൊണ്ടിരിക്കുന്നു. ഓട്ടംതുള്ളൽ, ഇതൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ കലാരൂപങ്ങളുടെ ഉള്ളിലുള്ള ചില കലാകാരന്മാർ മാത്രമേ വളർന്നുള്ളൂ. കലാരൂപങ്ങൾ വളർന്നില്ലായിരുന്നു. മലയാള സിനിമയിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതെനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. ഞാനൊരു കപ്പലിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആ കപ്പലിലേക്ക് കയറാൻ പോകുമ്പോൾ
ഈ കപ്പലിൻ്റെ കാര്യം ആണോ നമ്മൾ സംരക്ഷിക്കേണ്ടത്, കപ്പിത്താനെയാണോ നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ്. കപ്പിത്താനെയും സംരക്ഷിക്കണം, കപ്പലിനെയും സംരക്ഷിക്കണം. ഇവിടുത്തെ ഒരു വിഷയം അവിടെയാണ്. അപ്പോൾ മലയാള സിനിമയിൽ നമ്മളിപ്പോൾ എത്തപ്പെട്ടു. മലയാള സിനിമയുടെ മാർക്കറ്റ് വല്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. തമിഴ് സിനിമയിൽ ഒരു സംവിധായകൻ ഒരു സിനിമ ചിന്തിക്കുമ്പോൾ ആ സിനിമയിലേക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് 10 കോടി 15 കോടി രൂപയാണ്. ആ സിനിമയ്ക്ക് ഉണ്ടാകുന്ന മാർക്കറ്റ് 50 കോടി 100 കോടി രൂപയാണ്. ഇവിടെ മമ്മൂക്കയെ വെച്ച് പോലും നമ്മളൊരു സിനിമ ചിന്തിക്കുമ്പോൾ ആ സിനിമയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 3.5 കോടി 4 കോടി രൂപയാണ്. ആ സിനിമ വിൽക്കപ്പെടാൻ പറ്റുന്നത് 6 കോടി രൂപയാണ്. എത്ര കലയെ സ്നേഹിക്കുന്നവനായാലും, എത്ര കലയെ ആദരിക്കുന്നവനായാലും, കലയെ ബഹുമാനിക്കുന്നവനായാലും ഒരു തവണയിൽ കൂടുതൽ ഒരു സിനിമ പൊളിയുകയോ കൊമേഴ്ഷ്യലി തകരുകയോ ചെയ്താൽ പിന്നെ സിനിമ എടുക്കാൻ പറ്റില്ല. അപ്പോൾ മലയാള സിനിമയുടെ ഒരു റേഡിയസ് കുറയുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വളരെ വിഷമമുണ്ട്. ഒരു സിനിമയുടെ നട്ടെല്ലാണെന്ന്, സ്പൈനൽ കോഡാണെന്ന് പറയാറുണ്ട് തിരക്കഥകൾ, കഥകൾ. മലയാളത്തിന് കഥകളില്ല. പ്രതിഭാധരന്മാരായ ഒത്തിരി പേരുണ്ട്, ആർട്ടിസ്റ്റുകളുണ്ട്. മലയാള സിനിമയിൽ കഥാദാരിദ്ര്യമാണോ മലയാള സിനിമയിലെ കൂടുതൽ ബാധിക്കുന്നത്? അല്ല, കഥാകൃത്തുകൾക്ക് ആംബിയറില്ലായ്മയാണ് പലപ്പോഴും പ്രശ്നം. ഞാൻ പല യുവ കഥാകൃത്തുക്കളോടും സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ ആത്മകഥ എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തു വന്നു. വളരെ നല്ല സിനിമയാണ്. ടി ഡി ദാസൻ 7B, അതിമനോഹരമായ സിനിമയാണ്. ഈ സിനിമ കൊമേഴ്ഷ്യലി എത്രത്തോളം സക്സസ് ആകുന്നു എന്നുള്ളത് ആ സംവിധായകൻ ചിന്തിച്ചാൽ നല്ലതാണ്. പക്ഷെ അതുമാത്രം ചിന്തിക്കുന്നു എന്നുള്ളത്, അതുമാത്രമല്ല ചിന്തിച്ചത് എന്നുള്ളത് കൊണ്ടാണ് ഈ സിനിമകൾ രൂപപ്പെട്ടത്. ഇപ്പോൾ എൻ്റെ സിനിമ തന്നെ, ഇപ്പോൾ ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമ ആയാൽ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ആ സിനിമയിൽ കലാമൂല്യം നിലനിന്നെങ്കിലേ ആ സിനിമ നിൽക്കത്തുള്ളൂ. ഇവിടുത്തെ എല്ലാ യുവ എഴുത്തുകാരും ചിന്തകരും എല്ലാം തന്നെ കംഫർട്ട് സോണാണ് അന്വേഷിക്കുന്നത്. അവർ നല്ല കഥ കണ്ടെത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി അവർ പൃഥ്വിരാജിന് വേണ്ടി കഥ കണ്ടെത്താൻ ശ്രമിക്കുന്നു, മമ്മൂട്ടിക്ക് വേണ്ടി കഥ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ലാലേട്ടന് വേണ്ടി കഥ കണ്ടെത്താൻ ശ്രമിക്കുന്നു, ജയസൂര്യയ്ക്ക് വേണ്ടി കഥ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അവിടെയാണ് സിനിമയുടെ പരാജയം.